ലോകത്തിലെ ഏറ്റവും മികച്ച പാരാ സ്പെഷ്യൽ ഫോഴ്സാണ് ഇന്ത്യയുടെ പാരാ എസ്.എഫ്. അതിൻ്റെ വേരുകൾ ചികഞ്ഞു പോയാൽ 1966 എന്ന വർഷത്തിൽ അവസാനിക്കും. തന്ത്രപരമായ നുഴഞ്ഞുകയറ്റ ആക്രമണങ്ങളും പാരമ്പര്യേതര യുദ്ധങ്ങളും നടത്താൻ കഴിവുള്ള ഒരു എലൈറ്റ് യൂണിറ്റിൻ്റെ ആവശ്യകതയിൽ നിന്നാണ് ഇത് ഉയർന്നു വന്നത്. കർശനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കും വൈവിധ്യമാർന്ന പ്രവർത്തനക്ഷമതയ്ക്കും പേരുകേട്ട അവർ കാശ്മീരിലെ കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾ മുതൽ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ വരെ നിരവധി ഉന്നത ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പാരാ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ വിജയകരമായ ദൗത്യങ്ങൾ ഈ പറയുന്നവയാണ്. ഓപ്പറേഷൻ ജിഞ്ചർ 2011 ഓഗസ്റ്റിൽ പാരാ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ ഈ ഓപ്പറേഷൻ ജമ്മു കാശ്മീരിലെ കുപ്വാര സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ നടത്തിയ ഒരു പ്രതികാര നടപടിയായിരുന്നു. പാകിസ്ഥാൻ സൈന്യം 2 ഇന്ത്യൻ സൈനികരെ തലയറുത്ത് കൊലപ്പെടുത്തിയതിന് മറുപടിയായിരുന്നു ഇത്. സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത പാരാ എസ്.എഫ് സംഘം രാത്രിയിൽ കനത്ത സുരക്ഷയുള്ള LOC മുറിച്ചു കടന്നു. പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് ചുറ്റും IEDകൾ സ്ഥാപിച്ചു. അതിരാവിലെ അപ്രതീക്ഷിത ആക്രമണം നടത്തി. ഇതിൽ പാകിസ്ഥാന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വർഷങ്ങളോളം രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ ഓപ്പറേഷൻ ശത്രുസ്ഥാനങ്ങളിൽ ഉയർന്ന അപകട സാധ്യതയുള്ള സാഹസികമായ ദൗത്യങ്ങൾ നടത്താനുള്ള നമ്മുടെ പാരാ എസ്.എഫിൻ്റെ കഴിവ് പ്രകടമാക്കുന്നു. അടുത്തത് സർജിക്കൽ സ്ട്രൈക്കുകൾ. 2016 സെപ്റ്റംബർ 28, 29 തീയതികളിൽ ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സ് ടീമുകൾ നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാൻ അധീന പ്രദേശത്തേക്ക് കടന്നു. ഒന്നിലധികം തീവ്രവാദ ലോഞ്ച് പാഡുകളിൽ കൃത്യവും ഏകോപിതവുമായ ആക്രമണങ്ങൾ നടത്തി. ഈ പ്രവർത്തനങ്ങൾ വളരെ രഹസ്യമായും വേഗത്തിലും നടത്തിയതിനാൽ തീവ്രവാദികൾക്കും അവരെ ഉപയോഗിക്കുന്നവർക്കും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അടുത്തത് ഓപ്പറേഷൻ മന്തോൾ. പാരാ എസ്.എഫ് നടത്തിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് 1971 ഡിസംബറിൽ നടത്തിയ ഓപ്പറേഷൻ മന്തോൾ. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സുപ്രധാന വിതരണ പാതയായ കോമില്ല സിൽഹെറ്റ് അച്ചുതണ്ടിലെ മന്തോൾ പാലം നശിപ്പിക്കുക എന്നതായിരുന്നു ദൗത്യം. പാലത്തിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നതിനായി പാരാ എസ്.എഫ് പ്രവർത്തകരുടെ ഒരു സംഘത്തെ വിന്യസിച്ചു. പാലത്തിൻ്റെ നാശം പാകിസ്ഥാൻ്റെ വിതരണ ലൈനുകളെ സാരമായി തടസ്സപ്പെടുത്തി. ഇത് മേഖലയിലെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുന്നേറ്റത്തെ സഹായിച്ചു. അടുത്തത് ഓപ്പറേഷൻ തങ്കയിൽ. 1971 ഡിസംബർ 11 നടന്ന തങ്കയിൽ വ്യോമാക്രമണമായിരുന്നു മറ്റൊരു നിർണായക പ്രവർത്തനം. ധാക്കയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള തങ്കയിലിനടുത്ത് പാരാ എസ്.എഫ് സൈനികരെയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ പാരച്യൂട്ട് റെജിമെൻറ്റിനെയും വ്യോമമാർഗത്തിലൂടെ ഇറക്കി. ധാക്കയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന പാകിസ്ഥാൻ്റെ 93-ാം ബ്രിഗേഡിനെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ധാക്കയിലേക്കുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുന്നേറ്റത്തിന് നിർണായകമായ യമുന നദിയിലെ പൂങ്ലി പാലം സുരക്ഷിതമാക്കുക എന്നതും ഈ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. ഈ ഓപ്പറേഷൻ്റെ വിജയം പാകിസ്ഥാൻ്റെ പതനത്തിന് ആക്കം കൂട്ടുകയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കീഴടങ്ങലിന് കാരണമാവുകയും ചെയ്തു. പാരാ എസ്.എഫിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ കർശനമാണ്. ശാരീരിക സഹിഷ്ണുതാ പരിശോധനകൾ, ഒരു വ്യക്തിയുടെ ധൈര്യത്തിൻ്റെ വിലയിരുത്തലുകൾ, അതിജീവന പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ നിന്നും കൊഴിഞ്ഞുപോക്കിൻ്റെ നിരക്ക് ഉയർന്നതാണ്. ഏറ്റവും മികച്ചവർ മാത്രമേ ഇതിൽ വിജയിക്കൂ. തിരഞ്ഞെടുപ്പിന് ശേഷം സൈനികർ വ്യോമാക്രമണങ്ങൾ, ഡെമോളിഷൻ, ക്രോസ് ക്വാർട്ടർ യുദ്ധം, പർവ്വത യുദ്ധം, കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സ്പെഷ്യലൈസേഷനുകളിൽ തീവ്രമായ പരിശീലനത്തിന് വിധേയരാകുന്നു. ആയുധമില്ലാത്ത പോരാട്ടം, അതിജീവനം, ഭാഷാ വൈദഗ്ധ്യം എന്നിവയിലും അവർക്ക് പരിശീലനം ലഭിക്കുന്നു. ഹിമാലയം ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചില ഉയർന്ന ഭൂപ്രദേശങ്ങളിലെ യുദ്ധത്തിൽ പാരാ എസ്.എഫ് വിദഗ്ധരാണ്. ഏത് വെല്ലുവിളികളെയും നേരിടാൻ അവർ ഇന്ത്യ-ചൈന അതിർത്തിയിൽ കൈലാഷ് പർവ്വതനിര പിടിച്ചെടുക്കുന്നതിലൂടെ അവരുടെ കഴിവ് പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ വനയുദ്ധ വൈദഗ്ധ്യം നിർണായകമായതിനാൽ പാരാ എസ്.എഫ് ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപകമായി പങ്കാളികളാകുന്നു. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഭീകരതയ്ക്കെതിരെയും ബന്ദികളെ രക്ഷിക്കുന്നതിലും നേരിട്ടുള്ള പ്രവർത്തന ദൗത്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പാരാ എസ്.എഫ് യൂണിറ്റുകൾക്ക് നഗരയുദ്ധത്തിനായി നല്ല രീതിയിൽ പരിശീലനം നൽകുന്നു.